ലഹരി ഉപയോഗിച്ച് നടൻ ഷൈൻ ടോം ചാക്കോ സിനിമാ സെറ്റിൽ മോശമായി പെരുമാറിയെന്ന് നടി വിൻസി അലോഷ്യസ്. ഫിലിം ചേംബർ, സിനിമയുടെ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി എന്നിവർക്ക് പരാതി നൽകി. സൂത്രവാക്യമെന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് മോശം അനുഭവം നേരിട്ടുവെന്നും പരാതിയിൽ പറയുന്നു. എം ഉമേഷ് ചേരും. കഴിഞ്ഞ ദിവസമായിരുന്നു നടി വിൻസി അലോഷ്യസ് സമൂഹ മാധ്യമത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. അതായത് സിനിമാ സെറ്റിൽ വെച്ച് ഒരു പ്രമുഖ നടൻ ലഹരി ഉപയോഗിച്ച ശേഷം തന്നോട് മോശമായി പെരുമാറി എന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് നടി തന്നെ പരാതി നൽകുകയുണ്ടായി. സിനിമാ സംഘടനകൾക്ക് പരാതി നൽകി. താരസംഘടനയായ അമ്മയ്ക്കും ഫിലിം ചേംബറിനുമാണ് പരാതി നൽകിയത്. ആ പരാതിയിൽ ആ നടൻ, മോശമായി പെരുമാറിയ നടൻ ഷൈൻ ടോം ചാക്കോയാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് അമ്മയടക്കമുള്ള സംഘടനകൾ അഡ്ഹോക് കമ്മിറ്റി അടിയന്തര യോഗം ചേർന്ന് തുടർ നടപടികൾ തീരുമാനിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം തന്നെ യോഗം ചേർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ വിൻസി അലോഷ്യസിൻ്റെ പരാതിയിൽ അതേക്കുറിച്ച് അന്വേഷിക്കാൻ 3 അംഗ കമ്മീഷനെയും നിയോഗിച്ചു. വിനു മോഹൻ, സരയു അടക്കമുള്ളവരാണ് ഈ കമ്മീഷനിൽ അംഗങ്ങളായി വരുന്നത്. 3 അംഗ കമ്മീഷൻ വിനു മോഹൻ, സരയു, അൻസിബ അങ്ങനെ 3 പേരടങ്ങുന്ന കമ്മീഷൻ ഈ പരാതി അന്വേഷിക്കാൻ വേണ്ടി അവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അതേസമയം ഫിലിം ചേംബറും ഈ സിനിമയ്ക്കകത്തെ ആഭ്യന്തര പരാതികൾ സ്വീകരിക്കുന്ന അംഗങ്ങളുമായി ഫിലിം ചേംബറും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഷൈൻ ടോം ചാക്കോയെ കുറച്ചു കാലത്തേക്ക് വിലക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും വളരെ ഗൗരവത്തോടെ തന്നെയാണ് സിനിമാ സംഘടനകൾ ഈ പരാതി കണക്കിലെടുത്തിരിക്കുന്നത്. ഒപ്പം സമാന്തരമായി പോലീസും എക്സൈസും ഈ വിഷയത്തിൽ സമാന്തരമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. വിൻസി അലോഷ്യസിൻ്റെ മൊഴി രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ ഏജൻസികൾ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം വാർത്തയായി വരുന്നത് ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയ സംഭവമാണ്. അതായത് ഇന്നലെ രാത്രിയിലാണ് ആ സംഭവം നടന്നത്. ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള സംഘം കൊച്ചി എറണാകുളം നോർത്തിലുള്ളൊരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച് ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് സംഘം, സിറ്റി പോലീസിലെ ഡാൻസ് ഓഫ് സംഘം ഈ ഹോട്ടലിലേക്ക് എത്തുകയായിരുന്നു. ഈ സംഘം എത്തുന്ന വിവരമറിഞ്ഞ് ഷൈൻ ടോം ചാക്കോ ഇവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. ഷൈൻ ടോം ചാക്കോ താമസിച്ചിരുന്ന 3-ാം നിലയിലെ 314-ാം നമ്പർ മുറിയുടെ ജനൽ വഴി പുറത്തേക്ക് ചാടി ഷീറ്റിലേക്കാണ് ചാടിയത്. ആ ചാടിയ ആഘാതത്തിൽ ഷീറ്റ് പൊട്ടി. പിന്നീട് സ്വിമ്മിംഗ് പൂളിനടുത്തെത്തി. അവിടെ നിന്ന് സ്റ്റെയർ കേസ് വഴി താഴത്തെ നിലയിലേക്ക് എത്തി ഇറങ്ങി ഓടുന്ന ആ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഡാൻസ് ഓഫ് സംഘം കൂടുതൽ പരിശോധന നടത്തി. ഷൈൻ ടോം ചാക്കോ താമസിച്ച മുറിയിലടക്കം പരിശോധന നടത്തിയെങ്കിലും ലഹരി വസ്തുക്കളൊന്നും നിലവിൽ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ എന്തിനു വേണ്ടിയാണ് ഷൈൻ ഓടിയത് എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഷൈൻ ടോം ചാക്കോയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി ഇക്കാര്യത്തിൽ വിശദീകരണം തേടാനാണ് പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും വിൻസിയുടെ പരാതി ഒരു വശത്ത് അത് നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് സിനിമാ സംഘടനകൾ കടന്നേക്കും. ഒപ്പം പോലീസും എക്സൈസും അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളും ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസും തുടർന്നു വരികയാണ്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.